N20 News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. 2025 പ്രധാനപ്പെട്ട എൻട്രൻസ് നോട്ടിഫിക്കേഷനുകളും അവസാന തീയതികളും. നീറ്റ് 2024 റീഫണ്ട് ലിസ്റ്റ് MCC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നീറ്റ് PG കട്ട് ഓഫ് പെർസെന്റേജ് സ്കോർ വീണ്ടും കുറച്ചു. കീം 2025 മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്പോർട്സ് കോട്ടയ്ക്ക് അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. 2025 പ്രധാനപ്പെട്ട എൻട്രൻസ് നോട്ടിഫിക്കേഷനുകളും അവസാന തീയതികളും. +2 ശേഷം ഈ വർഷം വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതും ഇതുവരെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതുമായ വിവിധ നോട്ടിഫിക്കേഷൻസ്. വിശദാംശങ്ങളുമായി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. 2025 +2 ശേഷം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളും അതിനപേക്ഷിക്കേണ്ട തീയതികളും അവസാന തീയതികളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മെഡിക്കൽ പ്രവേശനത്തിനായി MBBS BDS നീറ്റ് പരീക്ഷയാണ് മെഡിക്കൽ പ്രവേശനത്തിനായുള്ള പ്രധാന പരീക്ഷ. പരീക്ഷാ തീയതി മെയ് 4. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 7. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് neet.nta.nic.in. കേരളത്തിലെ എഞ്ചിനീയറിംഗ് BPharm മെഡിക്കൽ പ്രവേശനം. കീം പരീക്ഷയിലൂടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് BPharm മെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 10. പരീക്ഷയുടെ തീയതി ഏപ്രിൽ 24 മുതൽ. വെബ്സൈറ്റ് c.kerala.gov.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ മെയ് 11, 12 തീയതികളിൽ നടക്കും. അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് 10. വെബ്സൈറ്റ് admissions.kusat.ac.in. ബിറ്റ്സ് ബിടെക് പ്രോഗ്രാം. ബിറ്റ്സ് ഗോവ, പിലാനി, ഹൈദരാബാദ് ക്യാമ്പസുകളിലെ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ മെയ്, ജൂൺ മാസങ്ങളിൽ 2 അവസരങ്ങളിലായി നടക്കും. അപേക്ഷയുടെ അവസാന തീയതി ജൂൺ 6. വെബ്സൈറ്റ് bitsadmission.com. BArc പഠനത്തിനായുള്ള പ്രവേശന പരീക്ഷ നാറ്റയാണ്. മാർച്ച് മുതൽ ജൂൺ വരെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പരീക്ഷകൾ നടക്കും. ഒരു വിദ്യാർത്ഥിക്ക് നാറ്റ സ്കോർ മെച്ചപ്പെടുത്താൻ 3 അവസരങ്ങൾ ലഭിക്കും. വെബ്സൈറ്റ് nata.in. നൈസർ നെസ്റ്റ് 2025. നൈസറിൻ്റെ ഭുവനേശ്വർ, മുംബൈ ക്യാമ്പസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷ നെസ്റ്റ് 2025 ജൂൺ 22 നടക്കും. അപേക്ഷയുടെ അവസാന തീയതി മെയ് 9. വെബ്സൈറ്റ് nestexam.in. IIIT ഹൈദരാബാദ് പ്രവേശനം. IIT ഹൈദരാബാദിലെ പ്രവേശനത്തിനായുള്ള UGEE പരീക്ഷ ഏപ്രിൽ 19 നടക്കും. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി മാർച്ച് 23. വെബ്സൈറ്റ് ugadmissions.iit.ac.in. CMC വെല്ലൂർ പ്രവേശനം. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷയുടെ അവസാന തീയതി ഏപ്രിൽ 28. വെബ്സൈറ്റ് admissions.cmcvellur.ac.in. അമൃത, വെല്ലൂർ തുടങ്ങിയ കോളേജുകളിലെ ബിടെക് പ്രവേശനത്തിനായുള്ള അപേക്ഷകളും നടക്കുന്നുണ്ട്. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESI, ഡീംഡ് കോളേജസ് എന്നീ കോളേജുകളിൽ പ്രവേശനത്തിനായി mcc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരുടെ രജിസ്ട്രേഷൻ ഫീ ജനുവരി 30 മുതൽ ഫെബ്രുവരി 10 വരെ എല്ലാവരുടെയും അക്കൗണ്ടിൽ തിരികെ ലഭിച്ചു. അപേക്ഷിച്ചിട്ട് സീറ്റൊന്നും ലഭിക്കാത്തവരുടെയും പ്രവേശനം ലഭിച്ചവർക്കുമാണ് ഫീ തിരികെ ലഭിക്കുന്നത്. പ്രവേശനം ലഭിച്ചിട്ട് കോളേജുകളിൽ പ്രവേശനം നേടാത്തവരുടെ ഫീ നഷ്ടപ്പെടും. റീഫണ്ട് ചെയ്ത കുട്ടികളുടെ റോൾ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, തീയതി, തുക എന്നിവ mcc.nic.in UG മെഡിക്കൽ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി mcc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നീറ്റ് PGയുടെ ആദ്യ 4 റൗണ്ട് അലോട്ട്മെന്റുകളും കഴിയുമ്പോഴും മുൻവർഷങ്ങളിലെ പോലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഒഴികെയുള്ള ധാരാളം സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്നതിനാൽ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പും ആഭ്യന്തര മന്ത്രാലയവും ഈ വർഷത്തെ കട്ട് ഓഫ് പെർസെന്റേജ് സ്കോർ വീണ്ടും കുറയ്ക്കുവാൻ തീരുമാനമായി. ഇതനുസരിച്ച് ഓൾ ഇന്ത്യ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാ കാറ്റഗറി വിഭാഗങ്ങൾക്കും 5% സ്കോറിന് മുകളിലുള്ളവർക്കും ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. കേരളത്തിൽ MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗിനും 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിലൂടെ കേരളയുടെ അപേക്ഷാ ഫോമും സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകളും സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം 6950001 എന്ന വിലാസത്തിൽ ഏപ്രിൽ 30 മുൻപ് പോസ്റ്റ് വഴി അയച്ചു കൊടുത്തിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.